സാന്റോറിനി, ഗ്രീസിലെ മാജിക്കൽ ഐലൻഡ്, പ്രണയത്തിൻ്റെ പ്രതീകം. ഹണിമൂൺ ടൂറിസത്തിന് പേരുകേട്ട ഈ ദ്വീപ് ഗ്രീസിൽ നിന്ന് 200 കിലോമീറ്റർ തെക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. മലയാളിക്ക് ഈ ദ്വീപ് ഇഷ്ടപ്പെടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച വൈൻ ഇവിടെ സുലഭമായി ലഭിക്കും. ആനന്ദലബ്ധിക്ക് മറ്റൊന്ന് വേണം. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് സഞ്ചാരികൾ വൈൻ നുണയാൻ ഈ ദ്വീപിലെത്തുന്നു. ടൂറിസമാണ് ഈ ദ്വീപിലെ പ്രധാന വരുമാന മാർഗം. വെളുത്ത ചായം പൂശിയ അതിമനോഹരമായ വീടുകളാണ് സാന്റോറിനിയുടെ മറ്റൊരു പ്രത്യേകത. പള്ളികളാൽ സമൃദ്ധമാണ് സാന്റോറിനി. ദ്വീപിൽ പള്ളിയില്ലാത്ത ഒരു പ്രദേശം പോലുമില്ല. മനോഹരമായ ബീച്ചുകളും പ്രകൃതിയും ഈ ദ്വീപിനെ സഞ്ചാരികളുടെ പ്രിയ ഇടമാക്കുന്നു. സ്ഫടികം പോലെ ക്രിസ്റ്റൽ ക്ലിയർ ജലമാണ് ബീച്ചുകളുടെ പ്രത്യേകത. സാന്റോറിനിയിലെ സൂര്യാസ്തമയം അതിമനോഹരമാണ്. BC 16-ാം നൂറ്റാണ്ടിന് മുമ്പുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഏജിയൻ കടലിൽ രൂപമെടുത്തതാണ് സാന്റോറിനി. ഈ ദ്വീപ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നു. ആശങ്കയുയർത്തുന്ന വാർത്തകളാണ് ദ്വീപിൽ നിന്ന് വരുന്നത്. 3 ദിവസത്തിനിടെ 550 ഭൂചലനങ്ങളാണ് ഇവിടെ ഉണ്ടായത്. പിന്നാലെ അടിയന്തരാവസ്ഥയും ദ്വീപിൽ പ്രഖ്യാപിച്ചു. വരാൻ പോകുന്നത് വലിയ ഭൂകമ്പം എന്നാണ് മുന്നറിയിപ്പ്. ദ്വീപിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ് എത്തിയത്. യൂറോപ്യൻ മെഡിറ്ററേനിയൻ സിസ്മോളജിക്കൽ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത്. ദ്വീപ് നേരിടാൻ പോകുന്നത് അതിശക്തമായ ഭൂചലനങ്ങളാണെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഇപ്പോൾ ദ്വീപ് ഏതാണ്ട് വിജനമാണ്. കഴിഞ്ഞ ആഴ്ച മുതലാണ് ദ്വീപിൽ ചെറുതും വലുതുമായ ഭൂചലനങ്ങൾ തുടർച്ചയായി അനുഭവപ്പെടാൻ തുടങ്ങിയത്. ഭൂചലനങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു ബുധനാഴ്ച ഉണ്ടായത്. ദ്വീപിൽ ചെറിയ രീതിയിലുള്ള ഭൂചലനങ്ങൾ പതിവാണ്. ശക്തമായ ചലനങ്ങൾ ദ്വീപിൽ അപൂർവമായേ ഉണ്ടാവാറുള്ളൂ. നിലവിലെ അവസ്ഥ അതിനാൽ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അസാധാരണമായ ഭൂചലനമാണ് ദ്വീപിൽ അനുഭവപ്പെടുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. സാധാരണയായി ഒരു പ്രധാന ചലനവും തുടർന്ന് ചെറുചലനങ്ങളുമാണ് ഉണ്ടാകുക. എന്നാൽ സാന്റോറിനിയിൽ ഈ തുടർചലനങ്ങൾ കൂടുതൽ ശക്തിയിലാണ് അനുഭവപ്പെടുന്നത്. ഇത് വലിയ ഭൂചലനത്തിന് മുന്നോടിയായുള്ള ഫോർഷോക്ക് എന്ന പ്രതിഭാസമാണെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. വെള്ളിയാഴ്ച ഗ്രീക്ക് പ്രധാനമന്ത്രി ദ്വീപിലെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു. സാന്റോറിനി ദ്വീപിന് 25 കിലോമീറ്റർ അകലെയായാണ് നിലവിലെ പ്രകമ്പനങ്ങളുടെ പ്രഭവ കേന്ദ്രം.